സൺഡേ ആയിക്കൊണ്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കാനുള്ള അതികഠിനമായ മടി കാരണം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലേക്ക് ഹൈടെക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പം മൂപ്പർ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ ഇതായി ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രാവൽ കമ്പാനിയൻ നന്ദു. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്ന ആളെന്ത് ചെയ്യുന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ തൊട്ടടുത്തിരിക്കുന്ന എന്തോ ഹിന്ദിക്കാരോട് കാര്യമായിട്ട് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് റോഡിൻ്റെ സൈഡിലൂടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് യാത്ര ചെയ്ത് നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ബസ് ഇടയ്ക്ക് വെച്ച് എവിടെയോ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് നമ്മുടെ അടുത്തേക്ക് ആരോ ഒരാൾ വന്ന് 2 കാർഡ് എറിഞ്ഞിട്ട് പോയി. അപ്പോൾ ആ കാർഡിൽ എന്താണെന്ന് ഇപ്പോൾ നന്ദു പറയും. മഹാവശീകരണം മുതൽ കല്യാണം എല്ലാം വിദേശയാത്ര, വിദേശയാത്ര എക്സ്ട്രാ ചാർജസ് ഉണ്ട്, GST പ്ലസ്. ഗുരുശാബർത്തി അങ്ങനെ നമ്മൾ ഹൈടെക് സിറ്റിയിൽ ശരത് സിറ്റി മോളിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഒരു 2-3 മാസം മുന്നേ നമ്മളൊരിക്കൽ ഞാനും അമ്മയും കൂടെ വന്നപ്പോൾ ഓൾറെഡി ഈ മോളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും നമ്മളൊരു 2nd ടൈമോ 3rd ടൈം എന്തോ ആണ് നമ്മളിവിടെ വരണേ. നമ്മളിവിടെ കാണുന്നത് ഹൈദരാബാദിലെ വളരെ വലിയ മാളായ ശരത് സിറ്റി മോൾ. അതെ, പണ്ട് പുരാതനമാണ്. നമ്മൾ കയറുന്നത് എസ്കലേറ്ററിലേക്കാണ്. എസ്കലേറ്റർ കയറി ഞാനും എൻ്റെ ക്യാമറമാനും മുന്നോട്ട് നോക്കുമ്പോൾ നീല ഡ്രസ്സിട്ടൊരു യുവതിയെ ഞങ്ങൾ മുന്നിൽ അദ്ദേഹം ബോഡി ഷോപ്പിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ തോന്നുന്നത്. മുന്നോട്ട് നടക്കുന്നതനുസരിച്ച് മാളിലെ വിവിധ പ്രത്യേകതകളുള്ള കടകൾ നിങ്ങൾ കാണുന്നു. അതായത് ആളെടുക്കാൻ പാടില്ല. ഞങ്ങൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കളർ ബാർ എന്നൊരു മേക്കപ്പ് കോസ്മെറ്റിക്സ് കട കണ്ടതോടെ ഞാൻ എൻ്റെ ക്യാമറമാനെ തിരികെ വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. ഒന്നുകൂടെ നോക്കിയിട്ട് പോയെന്ന് കാര്യമായിട്ട്. സ്റ്റാർബക്സ് കണ്ടതോടെ ഞാൻ എൻ്റെ ക്യാമറമാനെ വീണ്ടും തിരിക്കാൻ തുടങ്ങി. വീണ്ടും തിരിച്ച് ഞാനും എൻ്റെ ക്യാമറമാനെ മുന്നോട്ട് നടന്നു. തസ്വ എന്നൊരു കട ചൂണ്ടിക്കാണിച്ചു തന്ന എൻ്റെ ക്യാമറമാനെ ഞാൻ കൈകൾ പിടിച്ചുകൊണ്ട് അമർത്തി വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഇവിടെ വന്നത് വലിയൊരു തെറ്റായേ എന്നെനിക്കിപ്പോൾ തോന്നി തുടങ്ങി. എന്തുകൊണ്ടാണ് ക്യാമറാമാൻ മോള് പറഞ്ഞതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. അതെ, ക്യാമറമാൻ എന്തുകൊണ്ടാണ് ഈ മോളിൽ തന്നെ വരണമെന്ന് റെക്കമെൻഡ് ചെയ്തത് എനിക്കിപ്പോൾ മനസ്സിലാകും. അതിന്റെ പിന്നിൽ ചതിയുണ്ടെന്ന് പിന്നീടാണ്. അതെ, മാള് തുറന്നത് കാരണം വളരെ തിരക്കൊഴിഞ്ഞൊരു സ്ഥലം പോലും. അതുകൊണ്ട് എല്ലാ കടയിലും നമുക്ക് കയറാൻ പറ്റും. ആയുർവേദമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം എന്താ? നിങ്ങൾ മരുന്ന് കഴിക്കാൻ പറഞ്ഞാ നമുക്ക് വശീകരണവും ആയുർവേദയും. അടുത്ത എസ്കലേറ്ററിലേക്ക് തിലകന്റെ കൂടെ പഠിച്ച ആരോ ഞങ്ങൾ കണ്ടുപോകും. ഒരു കുട്ടി. അത് കുട്ടിയാണ്. കുട്ടിയല്ലേ? അതെ, എവിടുന്ന് കുട്ടി? കുട്ടിയല്ലേ? ഡ്രസ്സ് കണ്ടിട്ട് തോന്നിയ കുട്ടിയാണ്. അതേതോ ആന്റിയാ. ആണോ? സോറി ആന്റി. ഉണ്ടോ? ഏതോ ആന്റിയാണ്. അടുത്ത മാൻ കമ്പനിയുടെ പെർഫ്യൂം. ഞാൻ എൻ്റെ ക്യാമറമാനെ വീണ്ടും തിരിച്ചു തുടങ്ങി. അടിച്ചൂടെ ഞങ്ങോട്ട് പോവാ. ചെറിയ മക്കളെ ട്രെയിനിലൊക്കെ കയറണം. എന്തിനു പറ്റൂ? സീറ്റ് മാത്രമേ ഉള്ളൂ കുറവ്. അയ്യോ, ഇത് ബോയ്സിന്റെ ഏരിയ. ഇവിടെ എനിക്കൊന്നും വാങ്ങാനില്ല. അങ്ങോട്ട് കൊണ്ടുവന്നേ. അത് പറ്റില്ല. കഴിഞ്ഞ തവണ ഞാനും അമ്മയും കൂടെ വന്നു എന്ന് പറഞ്ഞില്ലേ, അന്നേരം ഇവിടെ കയറിയായിരുന്നു. പക്ഷെ അമ്മയെ ഞാൻ ബില്ല് കാണിച്ചില്ല. 240 രൂപയ്ക്ക് ചായ കുടിക്കുന്ന അവസ്ഥ. ഓഹോ, എങ്ങോട്ടാണാവോ? പക്ഷെ അവരുടെ ചായ അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ മൺകപ്പിനകത്തുള്ള ചായയായിരുന്നു. 250 രൂപയ്ക്ക് ചായ കുടിച്ചിട്ട് അതിന്റെ വേല എത്ര ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു മൺകപ്പിൽ തന്ന ചായ, ഏലക്കെട്ട ചായ. ഇത് പുറത്തു പോയാലും മൺകപ്പിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്നത്. ഇത് നല്ല ചായ. പിന്നെ രാമന്റെ വീഡിയോയിൽ മൺകപ്പിൽ തന്നെയാ കൊടുക്കുന്നത്. 5 രൂപ എക്സ്ട്രാ അത് വേണം. 5 രൂപ എക്സ്ട്രാ പറഞ്ഞാൽ നമുക്ക് 2 ഏലക്കെട്ടത് 35 രൂപ ചായ കിട്ടും. പിന്നെ ഇത് 240 രൂപയുടെ ചായ. ഇത് പ്രീമിയം ചായ ആയിരുന്നു. പക്ഷെ സാധനം എല്ലാത്തിലും കണ്ണദേവൻ തന്നെ ഇടുന്നത്. ഇവ സമ്മതിക്കില്ല.
എല്ലാം യൂണിലിവറിന്റെ ആണ്. അയ്യോ ഞങ്ങളെ ക്ലാസ് കഴിഞ്ഞ ദിവസം സാറ് പഠിപ്പിച്ചതേ ഉള്ളൂ യൂണിലിവറിന്റെ കാര്യം. എടാ അപ്പുറത്തൂടെ തുറന്നില്ലടാ. സോമൻ നന്ദ സോമനായി. ഇവൻ ഞങ്ങൾ ഷേക്ക് കുടിച്ചു എന്ന് പറഞ്ഞേ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡിജിറ്റലാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാന്ന് എനിക്ക് അറിയില്ല. റിലയൻസ് എന്ന് പറയുമ്പം അംബാനിയുടെ അല്ലേ? റിലയൻസ് അംബാനി ടാറ്റ അല്ല. നമ്മൾ എന്ത് വാങ്ങാനാണ്? എന്താ മാക്ബുക്കോ എന്താ വാങ്ങുന്നത്? നമ്മളിവിടെ വന്നിരിക്കുന്നത് പലതരത്തിലുള്ള ഫോണുകളും മാക്ബുക്കുകളിലും നമ്മൾ നോക്കാൻ വേണ്ടിയാണ്. നമുക്ക് മാക്ബുക്കിന്റെ ലേറ്റസ്റ്റ് വേർഷൻ മേടിക്കുന്നോ? അത് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിച്ചു. ആക്ച്വലി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഓട്ടോമാറ്റിക്കലി ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് മാറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവൻ്റെ ഉള്ളിലെ ആ സെയിൽസ് എക്സിക്യൂട്ടീവ് പുറത്തു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് റിയലൈസേഷൻ ഉണ്ടായിട്ട് അവൻ തന്നെ നിർത്തിട്ടോ. ആക്ച്വലി ട്രിവാൻഡ്രത്ത് നിന്ന് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രിവാൻഡ്രത്ത് ലുലു മോളായിരുന്നു. പക്ഷേ ഇപ്പം കോളേജിൻ്റെ അവിടുന്ന് ഓൾമോസ്റ്റ് 2-2.5 മണിക്കൂറോളം ഉണ്ട് ഇവിടെ ഈ മോളിലേക്ക്. പക്ഷെ മോള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഷോപ്പിംഗ് ക്രേസ് ഉള്ള എന്നെ കൊണ്ട് വന്നത് എന്താ പറ്റിയേ? എന്താ പറ്റിയ? ഓ പിന്നെ ആരും കാണാത്ത സാധനം ഞാൻ ഐഡിയ പറഞ്ഞു തന്നിട്ടില്ല. എന്തായാലും നിന്റെ അതായത് ഞാൻ ഷോപ്പ് ചെയ്യുമ്പോ എന്തൊക്കെയായിരുന്നു കണ്ടോ? എൻ്റെ അടുത്ത് കളിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്കറിയാം ക്രേസ് ഉണ്ടാക്കാൻ. എന്താ മോനെ നോക്കുന്നേ? ഞാൻ അടുത്തുണ്ടോ നോക്കുക. ആരടുത്തുണ്ടോ? എടാ 2 കൽപ്പിച്ച് 690 മേടിക്ക്. എന്തൊക്കെയായിരുന്നു. ഞാൻ ഓടി നടന്ന സാധനം പെറുക്കാതിരിക്കാൻ വേണ്ടി എന്നെ പിടിച്ചോണ്ട് നടക്കുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും മലക്കയുടെ മൂള്. കിട്ടിയോ ചങ്ങായിയെ? പിണങ്ങി മോനസ് പിണങ്ങി. ആക്ച്വലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡബിൾ വോൾ ട്രാവൽ ടംബ്ലർ തേടി കിട്ടാത്ത വിഷമത്തിൽ നന്ദു ആകെ തകർന്ന് തരിപ്പണായിട്ട് എന്തിൻ്റെയൊക്കെയോ വീഡിയോ എടുത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണിപ്പോൾ. എന്തത് ആനയാണോ? അല്ല ഡബിളാ. അതൊരു മിശ്രിത ജന്മമാണ്. എവിടെ വിളിച്ചടിപ്പിക്ക് കട്ടി. ഇത് വെച്ച് വെള്ളം കുടിച്ചൂടെ? ഇത് ഈ കുപ്പി വേണോ? ഓ എന്താ മാച്ച് ആൻഡ് മാച്ച്. ഇതില് വെള്ളം കുടിക്കുന്നോ? താല്പര്യമില്ല? കൊടവയറുണ്ട്. അത് നിന്റെ തവള അതല്ലേ ഇത്? സോറി എനിക്ക് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ പോയി. ഞാൻ കുറച്ച് മെച്ചുവാടാ. എന്താ ഉച്ചയായപ്പോഴത്തേക്കും വിശപ്പിൻ്റെ ഉള്ളിൽ അതികഠിനമായി ഞങ്ങളെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ ഫുഡ് കിട്ടും എന്ന് അന്വേഷിച്ച് മോളിൽ കൂടെ കുറേ കറങ്ങി നടന്നു. അങ്ങനെ മോളുടെ മുകളിലത്തെ ഫ്ലോറിലൊക്കെ പോയി അവിടെയൊക്കെയുള്ള വളരെ പ്രീമിയം സെറ്റപ്പിലുള്ള റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും പാർട്ടി സ്പോർട്സും ഒക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ അവിടുത്തെയൊക്കെ മെനു അതികഠിനമായതിനാലും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതിനാലും ഞങ്ങൾ പിന്നെയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് അവിടെ കിട്ടും എന്ന് വെറൈറ്റി ഫുഡ് തേടിയുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ബിരിയാണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള 2 ബിരിയാണി നമ്മൾ വാങ്ങിച്ചു. ഒരെണ്ണം ഞാൻ ഇച്ചിരി പ്രത്യേകം പറഞ്ഞ് സ്പൈസി ആക്കി. അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഹെവി ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ മുകളിലെ ബാക്കി സ്റ്റോഴ്സിലൂടെയൊക്കെ അങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ ഉദ്ദേശമൊന്നുമില്ല, എന്നാലും ഒരു സന്തോഷത്തിന് എല്ലാം ഒന്ന് കാണുക, എല്ലാത്തിൻ്റെയും വിലയൊന്ന് നോക്കുക, അതിൽ കൂടെ സന്തോഷം കണ്ടെത്തുക, അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെയും ഉദ്ദേശം. അത് നല്ല തീ മഞ്ഞ, അങ്ങനെയും വിളിച്ചു. പഠിക്കുന്നത് MBA ആണെങ്കിലും പിഞ്ചു കുട്ടികളുടെ മനസ്സാണെന്ന് തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും അടുത്ത ടോയ് ഷോപ്പിൽ കയറി. നന്ദു ഇങ്ങനെ അവിടെയുള്ള പല ആനിമൽസിൻ്റെയും ഫോട്ടോസ് കണ്ടിട്ട് അത് അവൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ദാ നീ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെയുള്ള യൂഷ്വൽ ക്ലീഷേ കോമഡികൾ ഗ്രൂപ്പുകളിലൊക്കെ ചെതറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 1 ഡേ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ടാറ്റാ ബൈ ബൈ, സീ യു.